Good morning, dear students. Next we are going to discussing about solution of Laplace equation in Cartesian coordinate system by using variable separable method. Okay. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ കണ്ടത്? വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാമെന്നായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഫിസിക്സിൽ ചില ഇക്വേഷൻസ് എങ്ങനെ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ what is the solution of Laplace equation in Cartesian coordinate system. ഓക്കെ, നമ്മൾ ലാപ്ലേസ് ഇക്വേഷൻ തന്നെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലും സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലും സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലും നമ്മൾ അപ്ലൈ ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് ഫസ്റ്റിലെ നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റിലെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ആസ് യു നോ ദാറ്റ് വാട്ട് ഈസ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഈസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന XY Z കോർഡിനേറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. എക്സ് ആക്സിസിൽ Y ആക്സിസിൽ Z ആക്സിസിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് XY Z. ഓക്കെ, അതായത് സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ജനറലായിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം XY Z. ഓക്കെ, then consider the Laplace equation for the Cartesian coordinate system del square psi equal to 0. Del square psi equal to 0. Laplace equation എന്താ പറയുന്നത്? del square psi equal to 0, where del square എന്ന് പറഞ്ഞാൽ എന്താ? ഡോ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡോ ഇസഡ് സ്ക്വയർ in the case of 3-dimensional. ഓക്കെ, അപ്പോൾ 3-dimensional കേസിൽ നമ്മൾ ഡെൽ സ്ക്വയർ ആണ് ഡോ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡോ ഇസഡ് സ്ക്വയർ. Then that equation then the Laplace equation can be written as dou square psi divided by dou x square plus dou square psi divided by dou y square plus dou square psi divided by dou z square equal to 0. ഇനി നമുക്കറിയാം ഈ psi എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ psi can be written as where psi equal to psi of XYZ. in 3-dimensional കേസിൽ psi എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? X, Y and Z. Then let us assume that the solution of equation 1 ഈസ് ഓഫ് ദ ഫോം. നമ്മൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് യൂസ് ചെയ്താണ് സോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാൻ പറ്റും? സൈ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് വൈ ഇൻറ്റു ഇസഡ് ഓഫ് ഇസഡ്. സൈ ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ്. സോ വി ക്യാൻ റൈറ്റ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് വൈ ഇൻറ്റു ഇസഡ് ഓഫ് ഇസഡ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഓരോന്നും നമുക്ക് കൊടുക്കണം അല്ലേ? എന്താണ്? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ, ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ ഇക്വേഷൻ എങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സ് വൈ സൈയുടെ വാല്യൂ എക്സ് വൈ ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആകുമ്പോൾ എന്ത് വരും? വൈയും ഇസഡും അവിടെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡോ സ്ക്വയർ ക്യാപിറ്റൽ എക്സ് ഡിവൈഡ് ബൈ ഡോ സൈ സ്ക്വയർ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയും. സിമിലർലി ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ എങ്ങനെ എഴുതാൻ പറ്റും? ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ ഇസഡ് ഡോ സ്ക്വയർ വൈ ഡിവൈഡ് ബൈ ഡോ വൈ സ്ക്വയർ ആൻഡ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ എങ്ങനെ എഴുതാൻ പറ്റും? എക്സും വൈയും അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഡോ സ്ക്വയർ ഇസഡ് ഡിവൈഡ് ബൈ ഡോ ഇസഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വാല്യൂ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ ഇസഡ് ഇൻറ്റു ഡോ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ, എക്സ് ഇസഡ് ഇൻറ്റു ഡോ സ്ക്വയർ വൈ ഡിവൈഡ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ഡിവൈഡ് ബൈ ഡോ ഇസഡ് സ്ക്വയർ
ഈക്വൽ ടു 0. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ എക്സ് വൈ ആൻഡ് ഇസഡ്. സോ വി ക്യാൻ റൈറ്റ് എക്സ് വൈ ഇസഡ് കൊണ്ട് ഇതിനെ എക്സ് വൈ ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വൈ ഇസഡ് ക്യാൻസലായി പോയി കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ? 1/x ഇൻറ്റു ഡോ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ. അടുത്തതിനകത്ത് നിന്ന് എക്സ് ഇസഡ് ക്യാൻസലായി പോയാൽ 1/Y ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ വൈ സ്ക്വയർ. അടുത്തതിനകത്ത് ക്യാൻസലായ 1 ഡിവൈ ക്യാപിറ്റൽ ഇസഡ് ഇൻറ്റു ഡോ സ്ക്വയർ ഇസഡ് ഡിവൈഡ് ബൈ ഡോ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 0. ഇനി എന്താ സംഭവിക്കുന്നത്? ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് ഓരോന്നിനും നമ്മൾ എന്തായിരിക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതുതന്നെയാണ് വേരിയബിളിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റിൽ നമുക്ക് എക്സിനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എക്സിനെ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് ബാക്കി രണ്ടിനെയും റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിക്കുകയാണ്. ദെൻ അവർ ഇക്വേഷൻ ബിക്കം 1/x ഇൻറ്റു ഡി സ്ക്വയർ ക്യാപിറ്റൽ എക്സ് ഡിവൈഡ് ബൈ, കാരണം ഇതെല്ലാം ഇനി എന്താണ്? നമുക്ക് ഡി സ്ക്വയർ എന്ന് എഴുതാം. കാരണം എന്താ? നമുക്ക് എക്സ് ഡിപ്പെൻഡ് ഓൺ എക്സ് ഓൺലി, വൈ ഡിപ്പെൻഡ് ഓൺ വൈ ഓൺലി, ഇസഡ് ഡിപ്പെൻഡ് ഓൺ വൈ ഇസഡ് ഓൺലി. സോ 1/X ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു -1 ഡിവൈഡ് ബൈ വൈ അല്ലേ, ഡി സ്ക്വയർ വൈ ഡിവൈഡ് ബൈ ഡി വൈ സ്ക്വയർ -1 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ഇൻറ്റു ഇസഡ് ഇൻറ്റു ഡി സ്ക്വയർ ഇസഡ് ഡിവൈഡ് ബൈ ഡി എസ് സ്ക്വയർ ഡി ഇസഡ് സ്ക്വയർ. ഓക്കെ, അപ്പം ദെൻ നമുക്കിനി എന്ത് ചെയ്യാം? ഇനി ഓരോ സൈഡിനും ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ഇക്വേറ്റ് ചെയ്യുക. സോ 1/X ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ. ദെൻ ദിസ് ബിക്കം ഈസ് ഓൾസോ ഈക്വൽ ടു കെ സ്ക്വയർ -1/y ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി വൈ സ്ക്വയർ -1/z ഇൻറ്റു ഡി സ്ക്വയർ ഇസഡ് ഡിവൈഡ് ബൈ ഡി ഇസഡ് സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ. ഓക്കെ, അപ്പം നമുക്ക് കെ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ദെൻ ഡി സ്ക്വയർ എക്സ്, ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 4 കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ഇക്വേഷൻ നമ്പർ 4, ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ ഇൻറ്റു എക്സ്, ഓർ ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു 0. അപ്പം ഇതെന്താണ്? ദിസ് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് അല്ലേ. എന്താണ്? ഒരു ഡാമ്പിങ്ങിൻ്റെ കേസാണിത് അല്ലേ. അല്ലേ, ഡാമ്പിങ്ങിൻ്റെ ഇക്വേഷനാണ്, ഡാമ്പിങ്. അപ്പോൾ എന്തായിരിക്കും ഡാമിൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്? എക്സ്പോണൻഷ്യലി എയ്തർ ഡിക്രീസിങ് അല്ലേ, ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് സം ഓഫ് ദിസ് പോയിൻ്റ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് വൺ ഈസ് and the solution become equal to x of x equal to, അപ്പോൾ നിങ്ങളുടെ മനസ്സിലിത് ഓർത്തിരിക്കുന്ന പിന്നീട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. then here is minus sign, when we have a minus sign here പ്ലസ് ഇട്ട് വരാം അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഇത് എടുക്കണം അല്ലേ. അപ്പോൾ എന്ത് വരും? x of x equal to, then our equation solution is x of x equal to C1 e raised to kx plus C2 e raised to minus kx. ഇക്വേഷൻ നമ്പർ 7 എക്സ് ഓഫ് എസിൻ്റെ സൊല്യൂഷൻ കിട്ടി. ദെൻ ഇനി നമുക്ക് y ഓഫ് വൈയും ഇസഡ് ഓഫ് ഇസഡും കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇക്വേഷൻ 5 എടുത്തു. അപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടിയത് എന്തായിരുന്നു? -1/y ഡി സ്ക്വയർ വൈ ബൈ ഡി വൈ സ്ക്വയർ -1/z ഡി സ്ക്വയർ ഇസഡ് ഡിവൈഡ് ബൈ ഡി ഇസഡ് സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ. നമുക്കപ്പം മൈനസ് സൈൻ ഒരു ഡാമ്പിങ്ങിൻ്റെ രീതിയിലുള്ളൊരു സൊല്യൂഷൻ കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? വൈയെ പോസിറ്റീവായിട്ട് എടുക്കുന്നത് കൊണ്ട് ഇതിനെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിച്ചു. ഇതൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിച്ചു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു minus k square minus 1/z d square z divided by d z square equal to 1/y into d square y by dy square equal to m square. Then 1/y into നമുക്കറിയാം ഇനി നമ്മൾ ഈ സൈഡ് എടുക്കാൻ പോവുകയാണ് അല്ലേ. നമ്മുടെ ഈ സൈഡ് മാത്രം എടുക്കുവാണ്. 1/y into d square y by dy square equal to m square. That is 1/y into d square y by dy square equal to m square.
പിന്നെ അടുത്ത ഇക്വേഷൻ എന്താ വരുന്നത്? മൈനസ് കെ സ്ക്വയർ മൈനസ് 1/z ഡി സ്ക്വയർ ഇസഡ് ഡിവൈഡ് ബൈ ഡി ഇസഡ് സ്ക്വയർ ഈക്വൽ ടു എം സ്ക്വയർ. ദെൻ ഇക്വേഷൻ നമ്പർ 8 ക്യാൻ ബി സോൾവ്. d square y by dy square, we can write it as d square y divided by d square y divided by dy square m square y എന്ന് എഴുതാൻ പറ്റും. y നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും മൂവ് ചെയ്യിച്ചു. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ? റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിച്ചപ്പോൾ എന്ത് വരും? ഓർ ഡി സ്ക്വയർ വൈ ബൈ ഡി വൈ സ്ക്വയർ മൈനസ് എം സ്ക്വയർ വൈ ഈക്വൽ ടു 0. ദ സൊല്യൂഷൻ ഇതേപോലെ തന്നെ. ദെയർഫോർ y ഓഫ് y ഈക്വൽ ടു C3 ഇൻറ്റു ഇ റേസ് ടു കെ വൈ. ഇവിടെ നമുക്ക് കിട്ടുന്നത് സ്മോൾ വൈ ആണ്, അതുപോലെ അവിടെ കിട്ടിയതും സ്മോൾ എക്സ് ആണ് അല്ലേ? വൈയോ ക്യാപിറ്റൽ വൈയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് C3 e raised to ky plus C4 e raised to minus ky. ഇനി എന്താ? ഇക്വേഷൻ നമ്പർ 9 എടുക്കണം. അതെന്താ കിട്ടിയിരുന്നത്? മൈനസ് കെ സ്ക്വയർ മൈനസ് എം സ്ക്വയർ ഈക്വൽ ടു 1/z ഇൻറ്റു ഡി സ്ക്വയർ ഇസഡ് ഡിവൈഡ് ബൈ ഡി ഇസഡ് സ്ക്വയർ ഓർ 1/Z ഇൻറ്റു ഡി സ്ക്വയർ ക്യാപിറ്റൽ ഇസഡ് ഡിവൈഡ് ബൈ ഡി ഇസഡ് സ്ക്വയർ ഈക്വൽ ടു, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ വേറൊരു കോൺസ്റ്റൻ്റ് ആക്കാം, എൻ സ്ക്വയർ എന്ന് കൊടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ ഇസഡ് ഡിവൈഡ് ബൈ ഡി ഇസഡ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഇസഡ് ഈക്വൽ ടു 0 ഓർ ഇസഡ് ഓഫ് ഇസഡ് ഈക്വൽ ടു C5 e raised to nz plus C6 e raised to minus nz. Then the general solution of psi is psi of xy z equal to x of x into y of y into z of z. ഇപ്പോൾ എന്ത് വരാം? ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് എക്സ് എന്താ കിട്ടിയത്? C1 e raised to kx പ്ലസ് C2 e raised to minus kx ഇൻറ്റു y of y എന്താ? C3 e raised to എന്താണ്? C3 e raised to my plus C4 e raised to minus my. ആൻഡ് അടുത്തത് എന്തായാലും ഇസഡ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇൻറ്റു ആണ് ഇതെല്ലാം അല്ലേ? പ്രോഡക്റ്റ് ഓഫ് ദിസ് വൺ ആണ്. C5 e raised to nz പ്ലസ് C6 e raised to minus nz. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ലാപ്ലേസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് നമ്മുടെ സൈ ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന എക്സ് ഓഫ് എക്സ് വൈ ഓഫ് വൈ ഇസഡ് ഓഫ് ഇസഡ് എന്ന് എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഡാമ്പിങ് ആ ഒരു രീതിയിൽ ഇ റേസ് ടു, അതായത് ആ ഒരു ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് ആ ഒരു രീതിയിലേക്ക് മൂന്നെണ്ണത്തിനെയും കൊണ്ടുവരാം. നമുക്കിപ്പം എക്സ് ആദ്യം മാറണമെന്നില്ല, ലാസ്റ്റ് ഇസഡിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി ഈ സൊല്യൂഷൻ നേരെ റിവേഴ്സിൽ നമുക്ക് ചെയ്താലും തെറ്റൊന്നും വരത്തില്ല കേട്ടോ. അപ്പം നമ്മൾ ഡി സ്ക്വയർ എവിടെയാണോ നമുക്ക് അതിനെ ഇതിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു രീതി കിട്ടിയാലേ നമുക്ക് ഡയറക്റ്റായിട്ട് സൊല്യൂഷൻ എഴുതാവുള്ളൂ. അപ്പോൾ അത് പ്ലസ് ആയിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് മാറിപ്പോകും. സോ ഇങ്ങനെ തന്നെ കിട്ടുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് ഇക്വേഷനെ കൊണ്ടുവന്ന് ഡയറക്റ്റായിട്ട് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഇതാണെന്ന് എഴുതാൻ പറ്റും. ഓക്കെ താങ്ക് യു.